അതിവേഗം സഞ്ചരിക്കാൻ ദേശീയപാത 6 വന്നതോടെ അടച്ചുപൂട്ടൽ ഭീഷണിയിലായതും ചില സ്കൂളുകളുണ്ട്. അടിപ്പാതയില്ലാത്തതിനാൽ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ പാറമ്മേൽ ALPPB സ്കൂളിന്റെ പ്രവർത്തനമാണ് പ്രതിസന്ധിയിലായത്. 180 മീറ്റർ അകലെ വീടുള്ള കുട്ടികൾക്ക് പോലും 5 കിലോമീറ്ററോളം സഞ്ചരിക്കണം സ്കൂളിലെത്താൻ. കണ്ടുവരാം. എൻ്റെ പുറകിൽ കാണുന്നത് 73 വർഷം പഴക്കമുള്ള പാറമ്മൽ സ്കൂള്. മുന്നിൽ കാണുന്നത് വാഹനങ്ങൾ ചീറിപ്പായുന്ന കോഴിക്കോട് ദേശീയപാത 6 ബൈപ്പാസ്. ഈ റോഡ് മുറിച്ചു കടക്കാൻ വഴിയില്ലാത്തതിനാൽ 500-ലധികം കുട്ടികൾ പഠിച്ചിരുന്ന ഈ സ്കൂളിൽ ഇന്ന് പഠിക്കാനെത്തുന്നത് 200-ൽ താഴെ വിദ്യാർത്ഥികൾ മാത്രം. ഈ റോഡിൻ്റെ ഒരു 150 മീറ്റർ അപ്പുറത്തുള്ള കുട്ടിക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അഴിഞ്ഞിലം വഴി വരണം. അഴിഞ്ഞിലത്തേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററിലധികം വരും. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് 1 കിലോമീറ്റർ, അങ്ങനെ 2 കിലോമീറ്റർ ഈ 150 മീറ്റർ അപ്പുറത്തുള്ള കുട്ടിക്ക് ഈ സ്കൂളിലേക്ക് വരാൻ വേണ്ടി സഞ്ചരിക്കണം. രാമനാട്ടുകരയ്ക്ക് 2 കിലോമീറ്റർ അങ്ങോട്ടും അണ്ടർപാസ് വഴി 2 കിലോമീറ്റർ ഇങ്ങോട്ടും 4 കിലോമീറ്റർ സഞ്ചരിക്കണം. പിന്നെ കുറ്റുളങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഈ സ്കൂളിൻ്റെ ഒരു ഫീഡിംഗ് ഏരിയയാണ്. അവിടുന്ന് നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്ററിലധികം വരും. 3-4 ഡിവിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ക്ലാസ്സിലും. ഇപ്പോൾ 2 ഡിവിഷനിൽ ഇങ്ങനെ കഷ്ടിയിൽ നിൽക്കുകയാണ്. ഈ വർഷം 1 ഡിവിഷനായി ചുരുങ്ങാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഒരു 2 കിലോമീറ്റർ പരിധിയിൽ പ്രൈമറി സ്കൂളുകൾ വേണമെന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലംഘനം കൂടിയാണ്. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, പക്ഷേ എൻ്റെ 3 മക്കൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. 1500 രൂപ വണ്ടി പൈസയാണ്. അപ്പോൾ എനിക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കാൻ വളരെയധികം ഈ പൈസ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 3 മക്കളെയും കൊണ്ട് ബൈപ്പാസ് മുറിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടാക്കാൻ എന്തായാലും കഴിയില്ല. നാടിനെ രണ്ടായി മുറിച്ചു കടന്നു പോകുന്ന ദേശീയപാതയിലെ പാറമ്മലിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളായി നാട്ടുകാർ സമരത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.